ആ, ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? കരമ്പാസുരനെ കൊന്ന കഥയല്ലേ ഗുരു? ആ, അതന്നെ. കരംഭാസുരനെ വധിച്ചതറിഞ്ഞ രംഭാസുരൻ ദേവേന്ദ്രനെ വധിക്കുമെന്ന് ശപഥം ചെയ്തു. ജ്യേഷ്ഠനെ വധിച്ച ദേവേന്ദ്രനെ വധിക്കാൻ ഒരുപാട് കാലം രംഭാസുരൻ കാത്തിരുന്നു. ഇന്ദ്രനെ വധിക്കാൻ പല സന്ദർഭങ്ങളും രംഭാസുരൻ ഒത്തുവന്നെങ്കിലും ഇന്ദ്രന്റെ ആയോധന കലകളുടെ മുന്നിൽ രംഭാസുരൻ പേടിച്ചു വറച്ചു. ദേവേന്ദ്രന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് മുമ്പിൽ രംഭൻ പകച്ചു നിന്നു. അപ്പൊ ഈ രംഭാസുരനും ശക്തിമാനല്ലേ? അങ്ങേർക്കും ശക്തന്മാരായ യോദ്ധാക്കൾ കൂടെയില്ലേ? ഉണ്ട്. പറഞ്ഞിട്ടെന്താ? ദേവേന്ദ്രന്റെ ആയുധബലത്തിന് മുന്നിൽ അവയ്ക്കൊന്നും യാതൊരു ശക്തിയില്ല. മാത്രമല്ല, ഇന്ദ്രന്റെ യുദ്ധതന്ത്രങ്ങൾ ഈ അസുരന്മാർക്കുണ്ടാവോ? അപ്പെങ്ങനെ ദേവേന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റുക? രംഭാസുരൻ ശപഥം ചെയ്തതല്ലേ തന്റെ ജ്യേഷ്ഠനെ കൊന്നവനെ കൊല്ലുമെന്ന്? ആ, പറയാം. അതല്ലേ രസം. അങ്ങനെ രംഭാസുരൻ തന്റെ മന്ത്രിപുങ്കവന്മാരെ എല്ലാം വിളിച്ചു വരുത്തി തന്റെ ശപഥം ഫലപ്രദമാക്കാൻ ഒരു വഴി തേടി. ഇന്ദ്രനെ വധിക്കാൻ പലരും പലതും പറഞ്ഞു. പക്ഷേ അതൊന്നും നടക്കില്ലെന്ന് രംഭന് തോന്നി. താൻ ചെയ്യേണ്ട ധർമ്മമോർത്ത് രംഭന് ഊണും ഉറക്കവും ഇല്ലാണ്ടായി. സദാ വിഷാദഭാവമായി തീർന്നു. എന്നിട്ട് പിന്നെന്തുണ്ടായി? അങ്ങനെ ഒരു നാൾ രംഭൻ ഒരു തീരുമാനത്തിലെത്തി. തന്റെ ജ്യേഷ്ഠന്റെ മരണത്തിന് കാരണക്കാരനായവനെ വധിക്കാൻ, തന്റെ ശപഥം നിറവേറ്റാൻ. 14 ലോകത്തെയും ഒരു നിമിഷം കൊണ്ട് അഗ്നിയിൽ ചുട്ടരിക്കാൻ കഴിവുള്ള അധിപനായി തീരാൻ, അഗ്നിദേവനെ തപസ്സനുഷ്ഠിച്ച് തൃപ്തിപ്പെടുത്തി വരം നേടിയെടുക്കാൻ. ഈ തപസ്സെന്നൊക്കെ പറഞ്ഞാലെന്താ? അതെ, ഘോരമായ തപസ്. ആനയും പുലിയും സിംഹവും ഒക്കെയുള്ള ഘോരവനാന്തരത്തിൽ തീക്കുണ്ടം കത്തിച്ച് അതിന്റെ നടുവില് ഒറ്റക്കാലിൽ നിന്നുള്ള തപസ്. യുഗങ്ങളോളം കാഠിന്യമേറിയ ആ തപസ്സിൽ ത്രിലോകങ്ങൾ ആടി ഉലഞ്ഞു. രംഭാസുരന്റെ തപശക്തിയിൽ അവസാനം അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവനെ കണ്ടതും രംഭാസുരൻ ഭയഭക്തിയോടെ കാൽക്കൽ വീണു. തന്റെ ഇംഗിതങ്ങൾ ഓരോന്നായി പറഞ്ഞു. എല്ലാം കേട്ട അഗ്നിദേവൻ മന്ദസ്മിതം തൂകി അനുഗ്രഹിച്ചു. നാരായണ 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 നാരായണ. മഹാമുനീന്ദ്രന് പ്രണാമം. സുഖമാണോ അങ്ങയ്ക്ക്? സുഖം, പരമസുഖം. ത്രിലോകസഞ്ചാരിയായി നമുക്ക് എവിടെ ചെന്നാലും സുഖം. യാത്രയിലൂടെ നാം കാണുന്ന മാറി മാറി വരുന്ന പ്രകൃതി സൗന്ദര്യം, വിവിധ വേഷങ്ങൾ, വിവിധ ദേശങ്ങൾ, എന്നും പുതുമ തേടിയുള്ള യാത്ര മനോഹരമാണ് പ്രഭു. അറിയാം, ലോകസഞ്ചാരിയായ അങ്ങ് ത്രിലോകനാഥന്മാരുടെ അരുമ കൂടിയാണല്ലോ. ത്രിലോകങ്ങളിൽ എവിടെയും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള അങ്ങ് ദേവന്മാർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ്. നമുക്കും. നാരായണ നാരായണ. ഇതെല്ലാം ഭഗവാൻ നാരായണന്റെ കാരുണ്യമായി നാം കാണുന്നു. അതും നമുക്കറിയാം. മറ്റേത് ഭഗവത് ഭക്തരെക്കാളും അങ്ങേക്ക് ഭഗവത് സന്നിധിയിൽ ഉള്ള സ്ഥാനവും വേറെ തന്നെയാണ്. നാരായണ നാരായണ. എല്ലാം ഈശ്വരാധീനം പ്രഭു. മഹാമുനെ, അങ്ങേക്ക് നമ്മോട് കാര്യമായിട്ടൊരു വൃത്താന്തം ഉണർത്തിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. നമുക്കതറിയാൻ തിടുക്കമുണ്ട്. പറഞ്ഞാലും മഹാമുനെ. ശരിയാണ്, നാം ഇവിടം വരെ വന്നത് തന്നെ അക്കാര്യം ഉണർത്തിക്കാനാണ്. ത്രിലോക സഞ്ചാരവേളയിൽ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇടവന്നു. അതങ്ങേക്ക് അനിഷ്ടമായ കാരണങ്ങളാകാൻ സാധ്യതയുണ്ട്. ആസനസ്ഥനായി മൊഴിഞ്ഞാലും മഹാമുനെ. എന്തായാലും നാം ഇനി ദ്രോഹം വരുന്ന ഒരു കാര്യവും
അങ്ങ് അനുവദിക്കില്ല എന്ന് നമുക്കറിയാം. കരംഭാസുരൻ എന്നൊരു അസുര രാജാവിനെ കുറിച്ച് അങ്ങേക്ക് നമ്മേക്കാൾ ഏറെ അറിയാം എന്ന് നാം കരുതുന്നു. തീർച്ചയായും നമുക്കറിയാം മഹാമുനെ. പണ്ട് തടാകത്തിനടിയിൽ പുത്രലാഭത്തിനായി തപം ചെയ്ത അസുര ചക്രവർത്തി ആരോഗ്യവാനായ ഒരു പുത്രനെ മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. ദേവാദിദേവന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ തക്ക ശേഷിയുള്ള ഒരു മകനെ, അവന്റെ ജന്മം നേടിയെടുക്കുന്നതിനായുള്ള ഒരു കുടിലതന്ത്രമായിരുന്നു അത്. നാരായണ നാരായണ, അപ്പോൾ അങ്ങ് ഒന്നും മറന്നിട്ടില്ല. ഏയ്, അതെല്ലാം എങ്ങനെ മറക്കാൻ കഴിയും? നീലത്തടാകത്തിന്റെ അടിത്തട്ടിൽ ഹോമകുണ്ഡം കത്തിച്ച് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന തപസ് അവസാനം ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുമെന്നായപ്പോഴേക്കും നാം ദൂതന്മാരാൽ വിവരങ്ങൾ അറിഞ്ഞു. നാരായണ നാരായണ, നാമും കേട്ടിട്ടുണ്ട്. അങ്ങ് മുതലരൂപം പ്രാപിച്ച് രംഭാസുരനെ ജലാശയത്തിന്റെ അന്ധകാരത്തിൽ വെച്ച് ശരീരമാകെ കടിച്ചു മുറിച്ചതും മൃതപ്രായനായ രംഭാസുരൻ ജീവനു വേണ്ടി യാചിച്ചതും എല്ലാം ഈ ലോകവാസികൾക്ക് അറിയാവുന്ന കഥകൾ. സത്യത്തിൽ അന്ന് നാം അത്തരമൊരു പ്രവൃത്തി ചെയ്തില്ലായിരുന്നുവെങ്കിൽ മഹാമുനെ, അങ്ങയ്ക്കെല്ലാം ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങ് പറയുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമുറകൾ. പക്ഷേ എന്ത് പക്ഷേ നാരദരെ? നാരായണ നാരായണ, അങ്ങ് സ്വസ്ഥമായി എന്ന് കരുതുന്ന പലതും വീണ്ടും ആവർത്തിക്കപ്പെടാൻ സാധ്യത കാണുന്നു. ദേവാദിദേവനായ ഈ ദേവേന്ദ്രന് നേരെ വീണ്ടും ഒരു ആക്രമണമോ? ഇത് നാം പറയുന്നതല്ല. സത്യം സത്യമാകുന്നൊരു പ്രകൃതി നിയമം. നാം അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇന്ദ്രപുരിയിലെ മഹാരാജാവിന് നേരെ വീണ്ടും ഒരു ആക്രമണം ഇല്ല, അസംഭവ്യം. എല്ലാം കാലം തെളിയിക്കേണ്ട ചില സത്യങ്ങൾ മാത്രം. നാരായണ നാരായണ, അങ്ങ് എന്തെല്ലാമോ മൂടിവെക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും അങ്ങെല്ലാം തുറന്നു പറഞ്ഞാലും പ്രഭോ, നാം പറയുന്നത് ആത്മസംയമനത്തോടെ ശ്രദ്ധിക്കുക. അങ്ങ് വധിച്ച കരംഭാസുരന്റെ പ്രിയ സഹോദരൻ രംഭാസുരൻ ദേവാദിദേവന്മാരെ ഉന്മൂലനം ചെയ്യാൻ തക്ക ശേഷിയും ആയുരാരോഗ്യവുമുള്ള സന്താനലബ്ധിക്കായി ഘോര തപസ്സാരംഭിച്ചിരിക്കുന്നു. ഓം അഗ്നിദേവായ നമഃ. 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 നാരായണ നാരായണ, അങ്ങേക്കൊരിക്കൽ പോലും എത്താൻ പറ്റാത്ത അത്രയും പോന്ന മായാലോകത്തേക്ക് രംഭാസുരൻ മനംതൊന്ന് വിളിച്ചോതുന്ന മന്ത്രാക്ഷരങ്ങൾ കേട്ടാൽ അഗ്നിദേവനെന്നല്ല ആരും ആ മായാമന്ത്രധ്വനികൾക്ക് അടിമപ്പെടുമെന്ന് തീർച്ച. രംഭാസുരന്റെ മാന്ത്രിക ശക്തി വലയത്തിലേക്ക് അഗ്നിദേവന്റെ പ്രഭാവലയം പോലും ഒതുങ്ങിപ്പോകുമോ എന്ന് നാം സംശയിക്കുന്നു പ്രഭു. മഹാമുനെ, അങ്ങ് പോലും ഇത്രയ്ക്ക് ചിന്തിക്കുമ്പോൾ നമുക്കും ചില പരിഭ്രമങ്ങൾ ഇല്ലാതില്ല. പക്ഷേ നമ്മുടെ മനസ്സ് പറയുന്നു വിജയം നമ്മുടെ പക്ഷത്തായിരിക്കുമെന്ന്. അതെ, എല്ലാം ഈശ്വരപക്ഷത്തായിരിക്കും. വിജയം സുനിശ്ചിതം. നാരായണ നാരായണ.